നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ സർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. ഈ അടച്ചിടൽ കാലം അതിജീവനത്തിൻ്റെ കാലം കൂടിയാണ്. കലയും അതിൻ്റെ ആവിഷ്കാരങ്ങളും സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്ന ഈ സമയത്ത് കേരള സംഗീത നാടക അക്കാദമി സർഗഭൂമികയിലൂടെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ KT മുഹമ്മദ് സ്മാരക തിയേറ്റർ കലാകാരന്മാർക്ക് വേണ്ടി തുറന്നിടുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പ്രേക്ഷകരില്ലാതെ ഇവിടെ കലാവിഷ്കാരങ്ങൾ നടക്കുന്നത്. നാടകം ആണും പെണ്ണും ഖസാക്കിൻ്റെ ഇതിഹാസമെന്ന നോവലിനെ ആസ്പദമാക്കി സ്വതന്ത്ര നാടകാവിഷ്കാരം ആണും പെണ്ണും. അവതരണം അഭിനയ നാടക സമിതി തൃശ്ശൂർ. രചന, സംവിധാനം, അവതരണം ജിഷ, അഭിനയ. നാടകം ആണും പെണ്ണും. പണ്ട് പണ്ട്, വളരെ പണ്ട്, ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യാദ് മിയാൻ ഷെയ്ഖ് തങ്ങളുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ കുതിരകൾ. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ടൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. അതേത് മുല്ലാക്ക, അന്ത് കുതിരയ്ക്ക് ആര് തുണ? അതൊക്കെ തുണ പടച്ചവൻ, പടച്ചവൻ.
പേടിയാണത്രേ. പിന്നെ അനിയത്തിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഏട്ടനെ കാണാൻ എപ്പോഴാ വരണ്ടേന്ന്. പണ്ടെന്ന് വെച്ചാ കുറേ ദിവസം ഒരു പണ്ട് അമ്മടെ കാലിന്റെ പെരുവിരൽ കൂടെ ഇങ്ങനെ അരിച്ചു കേറി അമ്മടെ വയറ്റിലെത്തിയതാ ആ പെണ്ണ്, നിന്റെ അനിയത്തിക്കുട്ടി. എന്നിട്ടിപ്പോ അവിടെ ഇരുന്ന് ചോദിക്കാം, ഏട്ടനെ കാണാൻ വരട്ടെ, ഏട്ടനെ കാണാൻ വരട്ടെ എന്ന്. അതിന് നീ ഇങ്ങനൊരു പേടിത്തൊണ്ടനായാ പറ്റോ? അവളിങ്ങോട്ട് വരുമ്പോഴേക്കേ നിറയെ മാമൊക്കെ കഴിച്ച് വലിയ പപ്പട മീശയൊക്കെ വെച്ച് വലിയ ആളാവണ്ടേ. കുട്ടിയെ, ഇവിടെ ഒരു പ്രേതവും ഇല്ല ഭൂതവും ഇല്ല. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായ ഇങ്ങനെ നീ ജീവിക്കാം. ഇവിടെ വാ. ചിക്കനെ കൊണ്ടുള്ള കാര്യം حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا ഇത് നോക്കിക്കേ, നല്ല ചൂടും വെള്ളവും. ഇനി ഇത് ചിന്നത് നോക്കോ. ഇനി നാളെ വരുമ്പോ കൊണ്ടുവരാം. നാളെ നിറച്ച് തിന്നാൻ കൊണ്ടുവരാട്ടാ. എന്തിനെ കാലുമ്പോ കൊട്ടിയത്? എന്റെ കാലില് ചോര, ചോര. ഈ ജാതി മയിലോള് അവിടെ ഇങ്ങനെയൊക്കെ നിറയെ അരിശുപൂക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒന്നും പോവാതെ ഞാൻ ഇവിടെ വന്നത് ഇത് മേമ ഇങ്ങക്ക് തരാൻ വേണ്ടിട്ടല്ലേ. എന്നിട്ട് എന്നെ ഇപ്പൊ കൊത്ത. എന്റെ ഉമ്മ അറിഞ്ഞ എന്നെ എത്ര ചീത്ത പറയുന്നറിയോ. എന്നിട്ടാ എന്നെ കൊത്തിയത്. യേശു പറഞ്ഞിട്ടുണ്ട്, ആരോടും കലശില് കൂടാൻ പോവരുത്. പെണ്ണുങ്ങളെ വല വീശി പിടിക്കുന്നു. അല്ല, ഈ മനുഷ്യര് ചാകണതാ, എട്ടുകാലി ചാകണതാ ജാസ്തി വേദന ആവാപ്പാ. എന്നിട്ട് ഞാനിങ്ങനെ ചുകിരിച്ചാരി നിൽക്കുമ്പോ മേശു വന്നും കണ്ട് എന്നെ തല്ലിക്കൊല്ലും. പക്ഷേ ഓന്തുകളെ ചാവില്ല. കണ്ടിട്ടില്ലേ? കൊട്ടപ്പാല് കുടിച്ചു ദുർബോധങ്ങളെ പോലെ തലയിലൊക്കെ മുൾക്കിരീടം അണിഞ്ഞ് അവറ്റങ്ങള് ചാവില്ല. ചത്തവരൊക്കെ പിന്നെയും ജീവിക്കൂലേ? അല്ല, പിന്നെയും ജനിക്കുകയും ചെയ്യൂലേ? അങ്ങനെയാച്ചാ അപ്പക്കൾ ഇനിയും ജനിക്കോ ചത്തുപോയാല്? അങ്ങനെയാച്ചാല് അപ്പൊ ഞാനോ? പക്ഷേ ഓന്തുകളെ നമുക്കങ്ങ് കൊന്നേക്കാം.
വലുതാകട്ടടി, മഴല്ലാത്തൊരിതോൻ തീരും. കോലങ്ങിന്ന് വലുതാട്ടെ. എപ്പഴാ വലുതാകാന്നോ? പെരുന്നാള് കഴിയുമ്പോ ഓന് വലുതാകും. എപ്പഴാ പെരുന്നാളിതാ? 4 കഴിഞ്ഞാ പെരുന്നാള്. പെരുന്നാള് കഴിഞ്ഞാല് കേക്കിനങ്ങും വലുതാകും. ഇയ്യ് പേടിക്കണ്ടടി. ഇങ്ങ് വന്നേ. അതില്ലേ, പിന്നെ തെക്കിന് മേശ കൊടുത്തുങ്ങാണ്ടുള്ള ആ കുപ്പായല്ലേ, അത് നമുക്ക് ഓനിട്ടിട്ട് കൂടി പറഞ്ഞയക്കാം. വേഷായിരിക്കും. പണ അനക്ക് അടുത്ത പെരുന്നാൾക്ക് മേടിച്ചു തരാം. പെൺകുട്ടിയെ ഓന് വലുതാട്ടുന്ന്. ഓന് വലുതായ നമുക്ക് പെര നിറച്ച് കുപ്പായായി, പെര നിറച്ച് പത്തിരിയായി. പിന്നെന്തിനാണ് പേടിക്കുന്നത്? ഓന് നമ്മളെ കുട്ടി അങ്ങോട്ട് വേണ്ടാട്ട. ഓനെ കൊണ്ട് നമുക്ക് ഇവിടെ ഈ താളമാറ്റ് ഒരു കൊട്ടാരം പണി. കുതിരത്താനേ, കുതിരത്താനേ, എന്നെയും കൊണ്ടുപോകുവോ? എനിക്ക് ഉമ്മയില്ല, എന്റെ മേശക്ക് ഉമ്മയില്ല. എന്നെയും കൊണ്ടുപോവോ? തലമുത്ത മീനേ, എന്റെ ചേരം മീനേ, എന്റെ കുട്ടി മകൾക്കൊരു മണി കൊണ്ട് വാ, മണി കൊണ്ട് വാ. ആരാണ്ടി താഴേർത്ത്? ഈ മിറ്റടിക്കാൻ പോകുന്നില്ല? പിന്നെ ചോറ് തിങ്കറത് എപ്പടി? നിന്റെ മുങ്ങാങ്കോഴി മുങ്ങി തപ്പിക്കൊണ്ട് തരുവാ. അവള് ചന്തം കാട്ടി കൊടിയാൻ നടക്കരുത്. പോടി, പോയി പണിയെടുക്ക്.
നീല ഞരമ്പോള് കാണണ കാണണ കുപ്പായിട്ടാല് വല്ലാണ്ടങ്ങ് ഉസ്നിക്കും. ഈ മകനെയും കൂടാവുമ്പോ ഉടമ്പ് പൂരാ വിശർപ്പ്. ഒന്ന് മുങ്ങി കുളിക്ക പോറേ. ഇത് നൈസാമണ്ണൻ ജപിച്ചു തന്ന യന്ത്രം ഇരിക്കപ്പോറേ. ഒന്നും ഭയമില്ല. രവി, ഞാൻ നിങ്ങളെ എവിടേക്ക് തപ്പിന്നറിയാമോ? ഇങ്ങ് വരൂ, ഇവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ. അങ്ങ് കാശി, പ്രയാഗിൽ, പ്രിൻസ്റ്റണിൽ ഒരു നീണ്ട 5 വർഷത്തെ ഗവേഷണം. ഒടുവിലാണ് അറിഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. എത്ര കഷ്ടപ്പെട്ടു. പിന്നില്ലേ, ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലും പോയിരുന്നു. അവിടെ നിങ്ങളുടെ ചിറ്റമ്മ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവരെന്തൊരു സുന്ദരിയാ. ഞങ്ങൾ ഒരുമിച്ച അന്ന് രാത്രി ഉറങ്ങിയത്. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ നീന്തൽ കുളത്തിൽ പോയി കുറേ നേരം. നിങ്ങൾ എന്റെ കൂടെ വരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗവേഷണം പൂർത്തിയാക്കാം. എന്ത് ഗവേഷണമെന്നോ? ഇതെന്തൊരു ചോദ്യം. എല്ലാം വ്യർത്ഥം. റോഡിലും ബോർഡിലും ശൂന്യതയിലുമെല്ലാം വരച്ചിട്ട ചില വട്ടങ്ങൾ, അത് മാത്രമാണ് ജീവിതം. ഖസാക്കിന്റെ മണ്ണിൽ ദ്വന്ദ്ങ്ങളുടെ സങ്കലനം മാത്രം. ശരി തെറ്റുകളുടെ, നന്മ തിന്മകളുടെ, പാപപുണ്യബോധങ്ങളുടെ. അവശേഷിക്കുന്നത് ഒന്ന് മാത്രം, ആണും പെണ്ണും. എന്നായിരുന്നെങ്കിൽ മുഖമടച്ച് ഞാനൊന്ന് കൊടുത്തേനെ. എന്നോട് ചോദിക്കുക, സായിപ്പന്മാർ നിന്നെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? ചിറ്റമ്മ നിന്റെ കൂടെയാണ് ഉറങ്ങിയത്, അവർ നിന്റെ കൂടെ ശയിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള വൃത്തികെട്ട വഷളൻ ചോദ്യങ്ങൾ. ഓണത്തത്തിന്റെ മൂർത്തി ഭാവമത്രേ. പൗരുഷത്തിന്റെ തുറന്ന അധ്യായം അത്രേ ഇതോ. ഞാൻ പോവാ. എങ്ങോട്ടുണ്ടോ? എങ്ങോട്ടായാൽ എന്ത്? എനിക്കിപ്പോൾ ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതിലേറെ ആത്മാഭിമാനം അതാവോളുമുണ്ട്. മരണവും വ്യർത്ഥതയും ചുമന്നുകൊണ്ട് ഏതോ ഗ്രഹത്തിൽ അവൻ കപ്പലണച്ചു. അവിടെ അവൻ വിത്തുകൾ പാവി, പെരുവിരൽ നൊന്തു, വ്രണപ്പെട്ടു. അനാദിയായ സ്ഥലരാശിയിൽ നിസ്സഹായനായി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു.
കടലിനടിയിലെ വിഷത്താന്മാർ കന്യകകളല്ലാത്ത പെണ്ണുങ്ങളെ കൊത്താറുണ്ടോ? പെണ്ണുങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ സർപ്പശിലകളിൽ തുളസിക്കതിർ വെച്ച് തെറ്റ് തീർക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ സർപ്പശിലകളുടെ കൂമ്പാരങ്ങൾ അവിടങ്ങ് നിറച്ച് തുളസി കൂമ്പാരങ്ങളായിരിക്കും. പണ്ട് പന കയറാൻ പോകുന്നവർക്ക് കള്ളു ചെത്താനായിട്ട് പന തലകുനിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. പിന്നെ ഏതോ ഒരു ചെത്തുകാരന്റെ പെണ്ണ് പിഴച്ചതിനെ പിന്നാണ് പന തലകുനിക്കാതായത് എന്ന്. അല്ല കൂട്ടരെ, അങ്ങനെയെങ്കിൽ ഈ പനയമലത്തെ യക്ഷിയും പ്രേതവും ഒക്കെ മൂക്കും കുത്തി താഴെ വീണിട്ടുണ്ടാവില്ലേ? കൊല്ലവർഷാന്ത്യങ്ങളിൽ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ എന്നെ കടന്നു വരുന്ന ഒരു യൗവന ഗന്ധം അത് ഞാൻ അറിഞ്ഞു. പിന്നെ മരുന്നു കുപ്പികൾ വന്നു. ഒരു യുവാവിന്റെ ഗന്ധവും. അല്ല, മനസ്സാ കാമിതൻ. സ്ഥാനം കൊണ്ട് അമ്മയും. പക്ഷെ രവി, അവൻ പറയട്ടെ, അവന് ഞാൻ ആരായിരുന്നു എന്ന്. ഞാൻ രവിയുടെ പെണ്ണായിരുന്നു. എന്നും രവിയുടെ പെണ്ണ്. ആരാണിവിടെ പാപപുണ്യബോധങ്ങളുടെ നെടുങ്കണ്ട അധ്യായങ്ങൾ എഴുതി തയ്യാറാക്കുന്നത്? ആർക്കാണ് ഇവിടെ അതിലൊക്കെ ഒരു ഛേദം? കരുതിയല്ലേ അവിടെ അവരൊക്കെ കരയണത്? അല്ലാന്ന് ഈ ചത്തോരൊക്കെ പിന്നെയും ജനിക്കൂലേ? അങ്ങനെ ആച്ചാല് ഇങ്ങളും ഈ ചത്ത ജയിക്കൂലേ? അപ്പോ ഇങ്ങളെ കുറിച്ച് ഓർത്തല്ലേ ഓലൊക്കെ അവിടെ കരയണത്? അങ്ങനെ ആച്ചാല് എല്ലാരെയും കരയിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാ മാഷെ ഒരു നല്ല മനുഷ്യനാകാണ്ട് നിങ്ങൾ ഇനിയും ജനിച്ചിട്ട് ഇതെന്താ കാര്യം? കർമ്മഫലം അല്ലാണ്ട് എന്താ?
മല്ലക്കുകൾ മോഹിക്കുമെന്ന്. മോഹിക്കട്ടെ, മോഹിക്കട്ടെ. കർമ്മബന്ധങ്ങളുടെ ഏത് കാണാച്ചരതാണ് എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ജന്മാന്തരങ്ങളുടെ ഇളമ്പയിലേക്ക് ഒരു തുമ്പിയെ പോലെ ഞാൻ പറന്നുയർന്നു. അവനെ ഞാൻ പിന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവന്റെ രുചികൾ അതെന്റേത് കൂടിയായി. ഞാൻ മുത്തും തവിഴും വാരിയെടുത്തുയർന്നു. ഇത് ഞാനെന്ന പെണ്ണ് ഇനി നീ അർത്ഥശൂന്യമായ കുറെ കടങ്കഥകൾ പറഞ്ഞ് ജീവിതത്തെ കൈതട്ടിക്കളഞ്ഞവൻ. പാപപുണ്യബോധങ്ങളുടെയും എന്തൊക്കെയോ ഒരു തരം ചിന്തകളുടെയും പുറകെ പാഞ്ഞ ഹർത്തമായ മനസ്സ്. വെറുതെ കിട്ടിയ പെണ്ണുടലുകൾക്ക് പുറകെ പാഞ്ഞവൻ. അതല്ലേ നിങ്ങൾ? സത്യത്തിൽ അതല്ലേ നിങ്ങൾ? മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവിട്ട് യാത്രയായ പ്രിയ കൂട്ടുകാരാ, ഇവിടെ വരൂ. ഇവിടെ ഇനിയുമുണ്ട് കുറെ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെ, ഇറങ്ങി വാ. ഈ ആക്കരത്തോട്ടിൽ ഇനിയും വെള്ളമുണ്ട്. ഒന്ന് നന്നായി എന്നിട്ട് ആ താഴ്വരയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ല്. അവിടെ നിന്ന് ഒരു ചെമ്പകപ്പൂ എടുത്ത് മുടിയിൽ ചൂടുക. നീ നടക്ക്. അനന്ത സ്ഥലികളിലേക്ക്, ആകാശങ്ങളായി. ദിനോസറുകൾക്ക് മുൻപ് ഒരു സായാഹ്നത്തിൽ 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിൻ്റെ അപ്പുറം കാണടെ ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു. പച്ച പിടിച്ച താഴ്വര ഏട്ടത്തി പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, എനിക്ക് പോകണം, അനുജത്തി പറഞ്ഞു. അവളുടെ മുന്നിൽ കിടന്ന അനന്തപഥങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കോ? ഏട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും, ഏട്ടത്തി പറഞ്ഞു. ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. സുഹൃത്തുക്കളെ, നാടകം ആണും പെണ്ണും OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ഈ നാടകത്തിൽ എന്നോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ദീപവിധാനം ഷിബു മണിത്തറ, സംഗീതം മെൽവിൻ ജോർജ്. ഞങ്ങൾക്ക് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന കേരള സംഗീത നാടക അക്കാദമിയോട് ഹൃദയം നിറഞ്ഞ നന്ദി.